السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. പ്രേം പറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു റബീഉൽ അവൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചരിത്രത്തിൽ പ്രധാന സംഭവങ്ങളായി രേഖപ്പെടുത്തി വച്ചതിൽ ഒന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ജനനവും അതേപോലെ മരണവും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയും, ഇത് മൂന്നും ഒരു റബീഉൽ അവൽ മാസത്തിലാണ്, വ്യത്യസ്ത റബീഉൽ അവൽ മാസങ്ങളിലായിക്കൊണ്ടാണ് നടന്നിട്ടുള്ളത്. ഇത് മൂന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വലിയ ആഘോഷമായി കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മുമ്പ് യഹൂദന്മാരും നസാറാക്കളും അവരുടെ പ്രവാചകന്മാരോടെടുത്ത നിലപാട് പോലെ ആ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രാമാണികമായി യാതൊരു തരത്തിലുമുള്ള തെളിവുകളില്ല എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ കൃത്യതയുള്ള കാര്യമാണ്. നമ്മുടെ ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന പ്രവാചകൻ ഇതിലൂടെ നടന്നു പോകണം, എങ്ങനെ പോകണം, നിങ്ങൾ എന്തു ധരിക്കണം, എന്തു കഴിക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇങ്ങനെ ഒരു ദിനമുണ്ട്, ആ ദിനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു വാചകം എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. ഞാനതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോവുകയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ സന്ദർഭം അത് ഏറെ പഠിക്കാനുണ്ട്. ഏറെ പഠനാർഹമായ ഒരുപാട് കാര്യങ്ങളും പ്രവാചകന്റെ അന്ത്യനിമിഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനോട് പഠിപ്പിച്ച വലിയ ഗൗരവകരമായ കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ
അത് ഓർമ്മിക്കുന്നതിന് പകരം നേരെ വിരുദ്ധമായ പ്രവാചകൻ അധ്യാപനങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ലാത്ത, പരിചയമില്ലാത്ത പ്രവർത്തനങ്ങളുമായിട്ടാണ് കടന്നു പോകുന്നതെന്ന് സങ്കടകരമായ ഒരു കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ പ്രവാചകനായിട്ടല്ല ജനിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ ഈ ലോകത്തിന് മുഴുവനും മാർഗദർശനവുമായി കടന്നു വന്ന പ്രവാചകൻ ഈ ദുനിയാവിൽ നിന്നും വേർപെടുമ്പോൾ വലിയ ഗൗരവകരമായ പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മരണസമയമായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ സൂചനകൾ നൽകുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് സൂറത്തുൽ നസ്റിന്റെ നസ്ർ അവതരിച്ചിട്ടുള്ളൂ എന്നുള്ളത്. പണ്ഡിതന്മാർ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറയുന്ന സൂറത്ത് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്നുള്ള പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ചോദിക്കുന്നത്. അദ്ദേഹം അതിനും കൊടുത്തിരിക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇബ്നു അബ്ബാസ് ഖാല അജലുൻ ഔ മസലൻ ഗുരിബ ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഅയത് ലഹു നഫ്സുഹു. അത് ഉദ്ദേശിക്കുന്നത്, അതിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണത്തെ, അദ്ദേഹത്തിന്റെ അവധിയെക്കുറിച്ചും ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ് എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അതേപോലെ നമുക്കറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ റമളാനിന്റെ അവസാനത്തെ 10 ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരും. പ്രവാചകൻ 10 ദിവസം ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് കടന്നു വന്ന് ഖുർആനിൽ ഇറങ്ങിയ ഭാഗങ്ങൾ മുഴുവനും ആവർത്തിച്ച് പാരായണം ചെയ്യിക്കാറുണ്ട്. എല്ലാ റമളാനിലും ഒരു പ്രാവശ്യമാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രവാചകന്റെ വിയോഗത്തിന് തൊട്ട് മുമ്പുള്ള റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരുന്നതായും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പരിപൂർണമായി കൊണ്ട് ആവർത്തിച്ച് ഓതിക്കൊടുത്ത് പരിശോധിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പ്രവാചകന്റെ വിയോഗത്തിന്റെ സൂചനകളായിരുന്നു. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോ അദ്ദേഹത്തിനോട് പറയുന്ന പ്രവാചകന്റെ ഒരു വാചകമുണ്ട്, യാ മുആദ് ഇന്നക അസാ ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദേ, ഒരു പക്ഷെ നീ ഇനി വരുമ്പോ, അടുത്ത വർഷം നീ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ എന്നെ നീ ഇവിടെ കണ്ടുകൊള്ളണമെന്നില്ല കേട്ടോ. വല അല്ലക അൻ തമറ ബിമസ്ജിദി ഹാദാ വഖബരി. നീ ഇതിലൂടെ കടന്നു വരുമ്പോ എന്റെ ഖബറിന്റെയും എന്റെ പള്ളിയുടെയും അടുക്കൽ കൂടെയൊക്കെ ആയിരിക്കാം നീ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിയോഗം അടുത്തിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ളത് പകൽ പോലെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അറഫാ ദിനത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തിലും അത് പ്രതിഫലിച്ചിരുന്നു. ജനങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമക്കാനി ഹാദാ. ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കൂടെ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ, ഈ ദിനത്തിൽ ഒരുമിച്ച് കൂടുവാൻ എനിക്ക് സാധ്യമായിക്കൊള്ളണമെന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തി. ജംറയിൽ കല്ലെറിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ അയ്യുഹന്നാസ് ഖുദൂ മനാസികക്കും. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായി കണ്ടുപഠിക്കണം. എന്തിനാ നിങ്ങൾ കണ്ടുപഠിക്കുന്നത്? ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജ ബഅദ ആമി ഹാദാ. ഒരു പക്ഷേ അടുത്ത ഹജ്ജ് കർമ്മത്തിന്റെ വേളയിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ, നിങ്ങൾ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന കൃത്യമായ പ്രവാചകന്റെ മരണത്തിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11-ാമത്തെ വർഷം സഫറിന്റെ അവസാനത്തിൽ ഒരു സഹോദരന്റെ മയ്യത്ത് നമസ്കാരത്തിനു വേണ്ടി ജനാസയുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് ബഖീഉൽ അഖദിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നല്ല തലവേദന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെടുകയാണ്. പ്രവാചകന് 11 ദിവസം ആ രോഗിയായിക്കൊണ്ട് അങ്ങനെ രോഗത്തിന് പ്രവാചകൻ തുടക്കം കുറിക്കുന്നു. ആ 11 ദിവസം രോഗിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്, രോഗം പിടിപെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ പ്രവാചകന്റെ ഓരോ ഭാര്യമാരുടെ അടുക്കലുമാണ് താമസം ഉണ്ടായിരുന്നത്. നീതിമാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആരോടും വേർതിരിവ് കാണിച്ചിട്ടില്ല. എല്ലാവരോടും കൃത്യതയോടുകൂടി ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ട ദിവസങ്ങളിൽ പ്രവാചകൻ ഓരോ ഇണയോടുകൂടെയും ഉണ്ടായിരുന്നു. പക്ഷേ രോഗം വന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഐന അനൽ യൗം, ഐന അനൽ യൗം, ഐന അന ആദൻ. ഞാൻ ഇന്ന് എവിടെയാണ്, ഞാൻ നാളെ എവിടെയാണ്?
പ്രവാചകന്റെ ആ ചോദ്യത്തിൽ നിന്നും സഹധർമ്മിണികൾക്ക് മനസ്സിലായി പ്രവാചകൻ ഇത് ചോദിക്കുന്നത് ആയിഷ ബീവിയുടെ വീട്ടിൽ നിൽക്കണമെന്നുള്ള പ്രവാചകന്റെ ആഗ്രഹം ആ വാചകത്തിലുണ്ട് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാ ഭാര്യമാരും അനുവാദം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്വന്തക്ക് നടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ ഫളൽ ഇബ്നു അബ്ബാസും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരുടെയും തോളിൽ കൈ പിടിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്റെ തലവേദന വല്ലാതെ, തലക്കും വയറിനുമുള്ള വേദന വല്ലാതെ അധികരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തനിക്ക് തന്റെ ശരീരത്തിൽ വെള്ളമെടുക്കാൻ വേണ്ടി പറയുകയും 4-5 കപ്പ് വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒഴിച്ചപ്പോ അദ്ദേഹത്തിന് സമാധാനമായി. അത് മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബുധനാഴ്ചയായിരുന്നു. അങ്ങനെ പ്രവാചകൻ പള്ളിയുടെ മിമ്പറിലേക്ക് പോയിരുന്നിട്ട് ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസിയത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകന് നമ്മളോട് പറയാനുള്ള ഗൗരവകരമായ വസിയത്തുകളാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ ഒന്നാമത് പറഞ്ഞത് മിമ്പറിൽ നിന്നിട്ട് എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ മരണസമയത്ത് തെരഞ്ഞെടുക്കാൻ, ദുനിയാവിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവരുടെ കർമ്മങ്ങളുടെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട്. ഞാൻ തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാനുള്ളതാണ്. അതിനുശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ ദഹറത്തി ദുനിയ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണെന്ത്, ഈ ദുനിയാവിൽ എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല കേട്ടോ, ഞാൻ ഭയപ്പെടുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹം. നോക്കുങ്ങള്, ഞാനും നിങ്ങളുമൊക്കെ എന്ത് അന്തസ്സോടെയാണ് ജീവിക്കുന്നത്. 3 നേരം നല്ല ഭക്ഷണം കഴിച്ച് അതിനപ്പുറത്തേക്കുള്ള പല സമയങ്ങളിലും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ ഏറ്റവും നല്ല സൗകര്യപ്രദമായ വീട്ടിൽ എത്ര സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് അതല്ല ഭയമുള്ളത്, അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടും ഈ അനുഗ്രഹങ്ങൾ നൽകിയ സട്ടാവിനെ മറന്നുകൊണ്ട് തന്റെ ഈച്ചകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, സകലവിധ തോന്നിവാസങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടും ജീവിക്കുന്നവർ, തന്റെ വിശ്വാസത്തിന് നേർവിപരീതമായ പ്രവർത്തനങ്ങൾ പോലും തന്റെ ജീവിതത്തിൽ അന്തസ്സോടുകൂടി ചെയ്തു കൂട്ടുന്ന തെമ്മാടികളായ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുന്നവരെയാണ് നമ്മൾ ബഹുഭൂരിപക്ഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് അല്ലാഹു തന്ന ആരോഗ്യവും നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്തും നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന അറിവും അത് പരീക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം കൊടുക്കുകയാണ്. അതോടൊപ്പം പ്രവാചകൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത്, മരണസമയത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് തൗഹീദായിരുന്നു. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ചായിരുന്നു. ഗൗരവമുണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട്. ഗൗരവത്തോടു കൂടി പ്രവാചകന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ മാത്രം മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അവസാനത്തെ ആ 5 ദിനങ്ങളുണ്ടല്ലോ, ആ 5 ദിനങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനോട് ഒരു വസിയത്ത് എന്ന നിലയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചിരുന്നുവെങ്കിൽ ലോകത്ത് ഒരാളുടെ മുമ്പിലും നമുക്ക് തലകുടിക്കേണ്ടി വരുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഉണ്ടല്ലോ, മക്കയിൽ നിന്നും ഒന്നുമില്ലാതെ അവർക്ക് മദീനയിലേക്ക് കടന്നു പോകേണ്ടി വന്നിട്ടും വർഷങ്ങളെ കൊണ്ട് തിരിച്ചു നാട്ടിലേക്ക് അന്തസ്സോടുകൂടി വന്ന് അതിന്റെ ഭരണം മുഴുവനും, അവിടെയുള്ള ഭരണം മാത്രമല്ല കേട്ടോ, ഈ ലോകത്തിന്റെ വിശാലമായ സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ പറ്റുന്ന രൂപത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ മാറ്റിയെടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന ഈ 5 ഉപദേശങ്ങൾ അവർ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞ അവസാന സമയത്ത് പ്രവാചകൻ കൊടുത്ത ഉപദേശങ്ങളെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഒന്നാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനോട് പറഞ്ഞ വാചകം എന്താ പറയുന്നത്, അലാ വഇൻ മൻ കാന വഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയാണ്, മുമ്പുള്ള പ്രവാചകന്മാരുണ്ട്, ആ പ്രവാചകന്മാർ ചെയ്തത് അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം അവരുടെ ഖബറുകളെ അവർ ആരാധനാ സ്ഥലങ്ങളാക്കി. അതേപോലെ സാലിഹീങ്ങളെ, ഔലിയാക്കൾ എന്ന് പറയുന്നവരെ, അവരുടെ ബിംബങ്ങളെ അവർ ആരാധിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസിയത്താ. നോക്കുകള്, വാപ്പാന്റെ വസിയത്ത് പോലും മഹത്വത്തോടു കൂടി കണ്ട് അത് പൂർത്തീകരിക്കണമെന്നുള്ള ദൃഢനിശ്ചയമെടുക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയത്താണ് കേട്ടോ. നിങ്ങൾക്ക് മുമ്പ് വന്ന് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർ
ആ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്, മഖബറുകൾക്ക് മുമ്പിലേക്ക് ആരാധനകൾ അർപ്പിക്കുന്ന, തന്റെ സങ്കടങ്ങൾ പറയുന്ന ഒരു അവസ്ഥ മുസ്ലിമിന് ഉണ്ടാവരുത് എന്ന് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞതായി കൊണ്ട് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, നസാറാക്കളെയും യഹൂദികളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. എന്തേ കാരണം? അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധന സ്ഥലങ്ങളാക്കി. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഖബറുകളുണ്ട് ആരാധിക്കപ്പെടുന്നത്. ഏത് മുസ്ലിമിനാണ് അറിയാത്തത്? ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട് എങ്കിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനേക്കാൾ അർഹതയുള്ള ഏതെങ്കിലും ഖബറുകളുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ ആരാധിക്കപ്പെടുന്നതിലേക്ക് എത്തിയിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നു, പ്രവാചകന്റെ അവസാന സമയത്തുള്ള അദ്ദേഹത്തിന്റെ വസിയത്തായിരുന്നു, റബ്ബിനോടുള്ള തേട്ടമായിരുന്നു, ഗൗരവമായി മുസ്ലിം ഉമ്മത്തിനോടുള്ള ഉത്ബോധനമായിരുന്നു. പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, എന്റെ മരണസമയത്തുള്ള എന്റെ വസിയത്താണ് റസൂലുള്ളാഹിന്റെ. നിങ്ങൾ ഒരിക്കലും ഒരു മയ്യത്തിന്റെയും മുമ്പിൽ നിങ്ങൾ സങ്കടങ്ങൾ പറയരുത് കേട്ടോ. നിങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് പങ്കുവെക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് മുഴുവനും അള്ളാഹുവിനോട് മാത്രം ചോദിക്കണമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂല് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പറയുന്നു, അള്ളാഹുവേ എന്റെ ഖബറിനെ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന, ഒരിക്കലും ആഘോഷിക്കപ്പെടുന്ന ഒരു ഖബറാക്കി മാറ്റില്ല എന്നുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന അത് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണുകയാണ്. അവസാന സമയത്തുള്ള വസിയത്താണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, വിശദീകരിക്കുന്നില്ല. അവരോട് പ്രവാചകൻ പറഞ്ഞു, ഇതാ ഞാൻ ആരുടെയെങ്കിലും ഫമൻ കുൻത ജലതു ലഹു വഹറൻ ഫഹാദാ വഹരി, ആരെയെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ എന്റെ പുറം നിങ്ങൾക്ക്, പ്രവാചകൻ അവർക്ക് മുമ്പിലേക്ക് താഴ്ത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാം. അതേപോലെ ആരുടെയെങ്കിലും സമ്പത്ത് ഫൽ യസ്തഖിദ് മിൻഹു, നിങ്ങൾക്ക് അതിന് പകരം ചെയ്യാം. വമൻ കുൻത അഖതു മാലഹു മാലൻ ഫഹാദാ മാലി ഫൽയഹുദ്, ആരുടെയെങ്കിലും ധനത്തിൽ നിന്നും ഞാൻ വല്ലതും എടുത്തിട്ടുണ്ട് എങ്കിൽ ഇതാ എന്റെ ധനം നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കത് എടുക്കാമെന്ന് പറയുന്നു. വമൻ കുൻത ശത്തംതു ലഹു അർള, ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ആരെക്കുറിച്ചെങ്കിലും ഞാൻ മോശമായ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാ എന്റെ അഭിമാനം ഇതാ, നിങ്ങൾക്ക് അതിന് പകരം വിട്ടാം. അള്ളാഹു റസൂൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കട്ടോ, നമുക്കൊരു പക്ഷേ ഇതിന് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ, മറ്റുള്ളവരോട് ചെയ്തിരിക്കുന്ന തെറ്റുകളെ അവരോട് പൊരുത്തപ്പെടിച്ച് പോകാൻ നമുക്ക് സമയം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കാരം നിർവഹിക്കുകയാണ്. നിസ്കരിച്ചതിന് ശേഷം ഒരാൾ വന്നുകൊണ്ട് പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ എനിക്ക് 3 ദിർഹം തരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു കൊടുത്തു. വേറൊരാൾ പറഞ്ഞു, പ്രവാചകരെ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വയറ് കാണിച്ചു കൊടുത്തു, നിങ്ങൾക്ക് എന്നെ വേദനിപ്പിക്കാം. ആ മനുഷ്യൻ പ്രവാചകന്റെ പവിത്രമായ മഹത്വമുള്ള വയറ്റിൽ ആ മനുഷ്യൻ പിന്നെ ചുംബിച്ചുകൊണ്ട് മടങ്ങുന്നത് നമുക്ക് കാണാൻ സാധ്യമാകുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയ്യത്തുകളെ പുലർത്താൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രവാചകന്റെ അധ്യാപനങ്ങളില്ലാത്ത പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകൊണ്ട് ആഘോഷിക്കേണ്ടവരല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയത്തുകൾ, ഖബറിന്റെ മുമ്പിലേക്ക് പോവുകയില്ല എന്നുള്ള വസിയത്ത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഖ്ബറയെ ആരാധന സ്ഥലമാക്കുകയില്ല എന്നുള്ള വസിയത്ത്, സ്വാലിഹീങ്ങളായ ഒരു മനുഷ്യന്റെയും ഖബറുകൾ ഉത്സവ സ്ഥലങ്ങളാക്കരുത് എന്നുള്ള പ്രവാചകന്റെ വസിയത്ത്, ആ വസിയത്തുകളെ നെഞ്ചോട് ചേർക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ, നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത് എന്ന് നമുക്കിത് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം വ്യാഴാഴ്ച ദിവസം മരിക്കുന്നതിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രവാചകന്റെ രോഗം മൂർച്ഛിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിനും ളുഹർ നമസ്കാരത്തിനും അസ്റിനും മഗ്രിബിനും ഇമാം നിന്ന് കൊടുത്തു. മഗ്രിബിന്റെ വേളയിൽ പ്രവാചകൻ പിന്നെ സൂറത്തുൽ മുർസലാത്ത് മുഴുവനായി പാരായണം ചെയ്തു എന്നുള്ളതും നമുക്ക് വായിക്കുവാൻ സാധ്യമാകുന്ന കാര്യമാണ്. ഇശാന സമയമാവുമ്പോഴേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി.
പ്രവാചകൻ ബോധത്തിൽ നിന്നും ബോധരഹിതനായ പ്രവാചകൻ അടക്കം എണീക്കുമ്പോൾ ചോദിക്കും, എന്താണ് ആളുകൾ നമസ്കരിച്ചോ എന്നുള്ള ചോദ്യമാണ്. അവർ പറയും, ഇല്ല റസൂലേ, നമസ്കരിച്ചിട്ടില്ല, അങ്ങയെ കാത്തിരിക്കുന്നു. വീണ്ടും പ്രവാചകന്റെ ബോധം നഷ്ടപ്പെടും, ആവർത്തിക്കപ്പെടുന്നു. 2-3 പ്രാവശ്യം അത് ആവർത്തിക്കപ്പെട്ടു. വീണ്ടും വെള്ളം കൊണ്ടുവന്ന് പ്രവാചകന്റെ ശരീരത്തിൽ ഒഴിക്കുമ്പോൾ പ്രവാചകൻ ബോധത്തോടു കൂടി വന്നു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അവർ പറഞ്ഞു, ലാഹും യൻതദുറൂനക്, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വുളു എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണുപോയി. അവസാനം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുക, താങ്കൾ മുസ്ലിങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചു കൊടുക്കുക. അതുവരെ നമസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. തന്റെ പിൻഗാമിയാകുവാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ള കൂടെ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ എന്ന വണ്ണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു പിന്നീട് 17 വഖ്ത് നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിന്നിരുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ. അങ്ങനെ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ശനിയാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി എണീറ്റ് നിൽക്കുവാൻ പോലും സാധ്യമല്ലാതിരുന്ന സന്ദർഭമായിരുന്നു. എന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് കടന്നുപോയി. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. റസൂലിനെ കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പിന്നോട്ട് നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചേർന്നുകൊണ്ട് ഒരു കസേരയിലിട്ടുകൊണ്ട് പ്രവാചകൻ അവിടെ ഇരുന്നു കൊണ്ട് നമസ്കരിച്ചു. അങ്ങനെ ആ നമസ്കാരം പൂർത്തിയാക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. പ്രവാചകന് രോഗം കലുഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. മരിക്കുന്നതിന് തലേ ദിവസം ഞായറാഴ്ച അള്ളാഹുവിന്റെ പ്രവാചകൻ തനിക്ക് സമ്മാനമായി ലഭിച്ചിരുന്ന അടിമകളെ മുഴുവനും മോചിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 7 ദീനാർ ഉണ്ടായിരുന്നു. ആ 7 ദീനാറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്തു. അതേപോലെ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ മുസ്ലിം സഹോദരന്മാർക്ക് കൊടുത്തു. അങ്ങനെ പ്രവാചകന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അന്ന് മഗ്‌രിബിന്റെ സമയത്ത് തന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുവാനുള്ള എണ്ണയില്ലാതിരുന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സാധനം എടുത്തിട്ട് പറഞ്ഞു, ഇതപ്പുറത്തെ വീട്ടിൽ കൊടുത്തു അവിടെ നിന്നും എണ്ണ കടം വാങ്ങിയിട്ടാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവാചകന്റെ മരണം നടക്കുന്നതിന് തലേ ദിവസം വിളക്ക് കത്തിക്കുന്നത്. അതിനു മുമ്പ് പ്രവാചകൻ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും അത് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. മരിക്കുന്ന ദിവസം റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച ദിവസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന്റെ സമയമായപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയോട് ചേർന്നുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിയൊന്ന് നീക്കിയിട്ട് തന്റെ ഉമ്മത്തിനെ ഒന്ന് നോക്കി. പ്രവാചകൻ എന്നിട്ട് നല്ലൊരു പുഞ്ചിരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനവുമായി കടന്നു വരുമ്പോ നിറത്തിന്റെ പേരിലും ഗോത്രത്തിന്റെ പേരിലും തമ്മിൽ തല്ലിയിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, വലിയൊരു വിഭാഗം. ചെറിയ നിസാരമായ കാരണങ്ങൾക്ക് തലമുറകളോളം യുദ്ധം ചെയ്തിരുന്നവർ തോളോട് തോൾ ചേർന്നുകൊണ്ട് സഫായി നിസ്കരിക്കുന്നത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ലൊരു പുഞ്ചിരി അവിടെ നിർവഹിക്കുന്നതായി കാണാൻ പറ്റി. ഇത് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആ നിസ്കാരത്തിൽ നിന്നും മാറി നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ കർട്ടൻ അടച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിഞ്ഞ് റൂമിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് സന്തോഷമായിട്ടുണ്ട് തന്റെ ഉമ്മത്തിനെ കണ്ടിട്ട്. ഐക്യത്തോടുകൂടി നിറത്തിന്റെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒരുമയോടുകൂടി നിൽക്കുന്ന തന്റെ ഉമ്മത്തിനെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് തന്റെ റൂമിലേക്ക് തിരിഞ്ഞു നടക്കുന്ന രംഗമുണ്ട്. പ്രിയമുള്ളവരെ, ആ ദിവസം അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു തആല വിചാരിച്ചു, അല്ലാഹുവിന്റെ റസൂലിനെ ചിരി കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് ശരിയായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രയാസമൊക്കെ മാറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ പ്രവാചകന്റെ വേദന അങ്ങേയറ്റം അധികരിക്കുകയാണ് ഉണ്ടായിരുന്നത്. സമയം ഒരു 10 മണി, രാവിലെ 10 മണി സമയമാകുമ്പോഴേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കഠിനമാകുന്ന രൂപത്തിലേക്ക് എത്തി. പ്രവാചകൻ പിന്നീട് സംഭവിക്കുന്നത് പ്രവാചകന്റെ കുടുംബവുമായുള്ള സംഭാഷണങ്ങളാണ്. ഫാത്തിമ ബിബിയെ വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫാത്തിമ ബിബിയോട് പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു. ഫാത്തിമ ബിബി കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. വീണ്ടും ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, എന്തോ ഒരു കാര്യം ചെവിട്ടിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് കടന്നുപോയത്. ഐഷ ബീവി പറയുന്നുണ്ട്, പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിന് പിന്നെ ഫാത്തിമ ബീവിയോട് ചോദിച്ചു എന്തായിരുന്നു പറഞ്ഞതെന്ന്.
പ്രവാചകൻ ഒന്നാമതായി കൊണ്ട് വിളിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, മകളെ, എന്റെ അന്ത്യസമയമായിട്ടുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു തആല കരഞ്ഞതെങ്കിൽ രണ്ടാമത് വിളിച്ചുകൊണ്ട് ഫാത്തിമ ബിബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ നിങ്ങൾ? ഫഖ്ബർനി അന്നി അവ്വല അഹ്ലിഹി യത്ബഅഹു. അള്ളാഹുവിന്റെ റസൂലിനെ എന്റെ കുടുംബത്തിൽ നിന്നും ആദ്യം പിന്തുടരുക. അതായത് എന്റെ കുടുംബത്തിൽ നിന്നും ഇനി ആദ്യം മരിക്കാനുള്ളത് ഫാത്തിമ നീയാണെന്നുള്ള വാചകമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പുഞ്ചിരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഫാത്തിമ ബീവിയോട് ഒരു കാര്യം കൂടി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, യാ ഫാത്തിമ അലാ തർലൈന അൻ തകൂനി സയ്യിദത്തി നിസാഇൽ മുഅ്മിനീൻ. ഫാത്തിമ, നീ മുസ്ലിം സഹോദരിമാരിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ സയ്യിദത്താണ്, നേതാവായിരിക്കും നീ എന്നുകൂടി ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ ചേർത്ത് വിളിച്ച് അവരുടെ തലയിൽ ചുംബിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ജനങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട്. മരണം വരെ, ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണാസന്നമായ സമയത്ത്, തന്റെ അവസാന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗൗരവകരമായ ഒരു വസിയത്തുണ്ട്. എന്റെ പ്രിയമുള്ളവർ, സഹോദരിമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഗൗരവത്തോടുകൂടി ആ വാചകം ശ്രദ്ധിക്കണം. നമസ്കാരമാണ്. നമസ്കാരത്തെ കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റൂഹ് വിട പറയുന്നതിന് മുമ്പ് തന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സമയത്തിലും ഒരു സന്ദർഭത്തിലും നിസ്കാരത്തെ നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഫർള് നമസ്കാരങ്ങൾ നിങ്ങൾ അമാന്തം കാണിക്കരുത് കേട്ടോ. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും വിളി വരുമ്പോൾ അതിന് മറുപടി കിടക്കാതെ കിടന്നുറങ്ങുന്നവരായി മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ മാറരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാനത്തെ വസിയത്താണ്. അത് പൂർത്തീകരിക്കേണ്ടവരാണ് നമ്മൾ, അത് നടപ്പിൽ വരുത്തേണ്ടവരാണ് നമ്മൾ. ഒരിക്കലും ഒരു വേളയിലും ദുനിയവിയായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, നമസ്കാരത്തിന് ഉപേക്ഷിക്കുന്നവരിലേക്ക് ഞാൻ നിങ്ങളും എത്താൻ പാടില്ല. അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഗൗരവകരമായ വസിയത്താണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുഹാ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വൽഹിഖ്നി ബിറഫീഖ്. മഹാസന്റെ സമയമാണ്. പ്രവാചകൻ ആ സമയത്തും അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ, വർഹംനി എന്നെ കരുണ കാണിക്കണമേ, വൽഹിഖ്നി ബിറഫീഖ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മരണസമയത്ത് മരണം കാത്തിരിക്കുന്ന വേളയിൽ, മരണത്തിന് മുഖാമുഖം കാണുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് പാപമോചനം തേടാൻ, അള്ളാഹുവിനോട് കരുണ ചോദിക്കുവാൻ നമുക്ക് സാധ്യമാകുമോ എന്നുള്ളത് ഗൗരവകരമായ ഒരു ചോദ്യമാണ് പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന, വൽഹിഖ്നി ബിറഫീഖ്, ഏറ്റവും നല്ല കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന. വയഖൂലു, പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ثم نصب يده وجعل يقول في رفيق الأعلام حتى قبض. അള്ളാഹുവിന്റെ റസൂൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഉന്നതരായ ആളുകളുടെ കൂടെ എന്നെ ഉൾപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ആ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആകാശത്തിലേക്ക് ഉയർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ അത് താഴ്ന്നുപോയി, നിശ്ചലമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് അള്ളാഹുവിലേക്ക് പോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് വസിയത്തുകളുണ്ട്. ആ വസിയത്തുകൾ നമ്മുടെ പിതാവിന്റെ വസിയത്തിനേക്കാളും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വസിയത്തിനേക്കാളും, നമ്മുടെ ഇണകളുടെയോ മക്കളുടെയോ വസിയത്തിനേക്കാളും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട വസിയത്താണല്ലോ. സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസിയത്തിന് നേരെ മുഖം തിരിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ലല്ലോ. സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുക്കി എന്റെ പ്രിയമുള്ളവരോട് അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല,
ഒരു മനുഷ്യരുടെ മുമ്പിലും നിങ്ങൾ, ഒരു മയ്യത്തിന്റെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അതേപോലെ നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രിയിൽ 12 മണി വരെ കളിച്ചിരിക്കുവാനും 12 മണി വരെ നാട് ചുറ്റി നടക്കുവാനും സാധിക്കുന്നവർ, സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കേണ്ട സമയത്ത് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. രാത്രി 12 മണി വരെ നടക്കാൻ സാധിക്കുന്നുണ്ട്, 2 മണി വരെ അങ്ങാടിയിൽ ദൂരം നടക്കാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സുബ്ഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുവാൻ വേണ്ടി അവനോട് പറയുമ്പോൾ അവന് ശാരീരികമായി ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന വസിയത്തുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മരണം അംഗീകരിക്കാൻ സ്വഹാബത്തിന് വലിയ പ്രയാസമായിരുന്നു. പല ആളുകളും ബോധരഹിതരായി വീണുപോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു അത് അംഗീകരിക്കാതെ ആരെങ്കിലും മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടും എല്ലാവരോടും പറഞ്ഞു, അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല, മറ്റൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദൂതനാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നതിന് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില, അതിൽ അവർ ഒന്നുകിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പരിശുദ്ധ ഖുർആന്റെ വാചകം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഓതി അവരെ സമാധാനിപ്പിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധ്യമാകും. അപ്പോഴാണ് അവർ കാര്യത്തിലേക്ക്, അവരുടെ ബോധവനസ്സിലേക്ക് അവർ കടന്നു വന്നത്. മദീന മുഴുവനും കരഞ്ഞിരുന്ന ദിനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിച്ച് മദീന മുഴുവനും കരഞ്ഞിരുന്ന സന്ദർഭമാണ്. പ്രിയമുള്ളവരെ, പിന്നീട് കാലങ്ങളിൽ പ്രവാചകന്റെ സ്വഹാബത്തുണ്ടല്ലോ, പ്രവാചകൻ ഓർമ്മിച്ചിട്ടുണ്ട്. പ്രവാചകൻ ജനിച്ച ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മകളല്ല, നേരെ മറിച്ച് പ്രവാചകന്റെ മരണത്തെ അവർ ഓർമ്മിച്ചിട്ടുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുത്തതുപോലെ, നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് ദുഃഖമുണ്ടെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇദാ അസാബഹദകും മുസീബ, നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഫൽയദ്കുർ മുസീബതഹു ബി, എൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, എൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഫഇന്നഹാ മിൻ അഗ്ളമിൽ മസായിബ്, അതാണ് മുസ്ലിം ഉമ്മത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അതാകുന്നു. അതാണ് പ്രവാചകന്റെ സ്വഹാബത്ത്. അവർ അവരുടെ വേദനകളിൽ അള്ളാന്റെ റസൂലിന്റെ മരണത്തെക്കുറിച്ച് അവർ ആലോചിക്കും. ആ വേദനകൾ, അവരുടെ ദുനിയാവിന്റെ വേദനകളെ മറന്നുകളയും. അവർ മരിക്കുന്നതുവരെ ബിലാൽ ഇബ്നു റബാഹ വർഷങ്ങൾക്കു ശേഷം മദീനയിലേക്ക് വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അള്ളാന്റെ റസൂലില്ലാത്ത ഈ മദീനയിൽ ഞാൻ ബാങ്ക് കൊടുക്കില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിർബന്ധത്തിന് വഴങ്ങി പ്രവാചകന്റെ പേരക്കുട്ടികളുടെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ ബാങ്ക് കൊടുക്കുന്ന രംഗമുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അത് പറഞ്ഞു ശേഷമുള്ള വാചകം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയുടെ പേര് കേട്ടപ്പോഴേക്കും, ആ പേര് പറയുമ്പോഴേക്കും ബിലാൽ ഇബ്നു റബാഹ അദ്ദേഹത്തിന്റെ നാവുകൾ ചലിക്കാൻ പറ്റാത്ത രൂപത്തിൽ കുഴഞ്ഞു പോകുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. മദീനയിലെ മുഴുവൻ ആളുകളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമാണെന്ന ഓർമ്മയിൽ അവരെല്ലാം നിമിഷ നേരം കൊണ്ട് മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് ഓടിയെടുക്കുന്ന രംഗവും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ എനിക്ക് എന്റെ പ്രിയമുള്ളവരോട് സ്വയം ബോധത്തോടുകൂടി ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് കാണിച്ചു തന്ന മാർഗത്തെ, അതാണ് അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നുണ്ട് കേട്ടോ. വേറെ ഏതെങ്കിലും വാറോലകളോ കിതാബുകളോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും ഇവിടെ വിട്ടേച്ചു പോകുന്നുണ്ട്. അതിനെ നിങ്ങൾ പിൻപറ്റുക, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങളുടെ പിതാക്കൾ എങ്ങനെയായിരുന്നു, തറവാട് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ പരിഗണിക്കെടുക്കേണ്ടതില്ല. ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തണം.
അപ്പയേ ദീനാവുകയുള്ളൂ. അതല്ലെങ്കിൽ ദീനിന്റെ പേരിൽ ആരെങ്കിലും അത് സ്വർഗം കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് എങ്കിൽ അത് ബിദ്അത്താണ്, സംശയമൊന്നുമില്ല. കാരണം സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കാര്യവും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു പറ്റും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. സ്വർഗത്തിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും പഠിപ്പിക്കാതെ പോയിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപരാധം എന്താണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാനുള്ളത്? അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോകുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരു ഉന്നതമായ സ്ഥാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവിന്റെ ചാരത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ഉള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പരലോകത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥം. അവരുടെ എല്ലാം രോഗങ്ങൾ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഫലസ്തീനിൽ, യമനിൽ അടക്കം പല സഹോദരങ്ങളും വല്ലാത്ത പ്രയാസത്തിലാണുള്ളത് നാഥം. അവർക്കെല്ലാം ആശ്വാസവും അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം നീ നീക്കുകയും അന്തസ്സോടുകൂടി ജീവിക്കാൻ തൗഫീഖും നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.